അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോളുടെ കുട്ടിയാണ്. ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ അവർ ഒരു ചെറിയ വീഡിയോ എടുത്തപ്പോൾ അത് ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒന്നുമില്ല, ഒരു പരിപാടിയൊന്നുമില്ല. അവർ പിന്നെ അവളെ പപ്പയും ഉമ്മയും പിന്നെ അവിടുത്തെ ഉമ്മ ഉണ്ട്. അവിടെ വീട്ടിൽ ഉപ്പയില്ല, ഉമ്മയാണുള്ളത്. അവർ 3 പേരും കൂടെ ഹോട്ടലിൽ പോയിട്ട് ചെറുതായി ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം മറ്റേ കൊച്ചുമോളുടെ വീഡിയോ ഞാൻ ഇട്ടതാണല്ലോ. മോൻ്റെ കുട്ടിയും ഇവളും കൂടി 1 വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. കാണുമ്പോൾ ഒരു ടിൻസാണെന്ന് കരുതും. കാരണം ഇവൾക്ക് എടുക്കണ അതേപോലത്തെ ഡ്രസ്സ് മോള് ഇവൾക്ക് കൊടുക്കും. അതുപോലെ ഇവിടെ മോൻ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഒരേപോലെ എടുക്കും. അപ്പോൾ ഇവർ ബർത്ത്ഡേ കുട്ടികളായിട്ട് നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ച അവർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഞായറാഴ്ച കാലത്ത് 6:30 മണിക്ക് ഞങ്ങളൊരു കോഴിക്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്തു പോയി. കാരണം കോഴിക്കോട്ടേക്ക് ഞങ്ങൾ എപ്പോഴും ഓരോരോ ആവശ്യങ്ങൾക്ക് പോകും എന്നല്ലാതെ അതുപോലെ കറങ്ങാനൊന്നും പോകാറില്ല. അപ്പോൾ ഞങ്ങൾ 8:30 മണിക്ക് കടലുണ്ടിയിലെത്തി. അവിടെ നിന്ന് ഒരു ബോട്ട് യാത്ര, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു ബോട്ട് യാത്രയൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും പോവാറുണ്ട്. എന്നാലും ഇവിടെ എത്തിയിട്ട് ഇതുപോലൊരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ തീരെ വെയിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം 8:30 മണിയാണല്ലോ. അപ്പോൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് 1 മണിക്കൂറുണ്ടല്ലോ യാത്ര. അതിലൊരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, അതും കൂടിയാണല്ലോ, നമുക്ക് കിച്ചണിൽ കയറണ്ടല്ലോ. നല്ല രസകരമായുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ കോഴിക്കോട്ടൊക്കെ തന്നെയാണ് പോയത്. അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്ക് ബിരിയാണിയും ഞങ്ങൾക്ക് പൊറോട്ട, പിന്നെ കല്ലുമ്മക്കായ, ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീഫ്, അങ്ങനെ പലരും പലതായിട്ടാണ് കേട്ടോ കഴിച്ചത്. കാരണം അപ്പോൾ നല്ലതുപോലെ ഉണ്ട് വിശന്ന് ആയിട്ടും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്തിലാണ് കേട്ടോ. പഴശ്ശിരാജയുടെ മ്യൂസിയം ഉണ്ടല്ലോ, അതിൽ കുട്ടികൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഞങ്ങൾ കുറേ നേരം കണ്ടു. അപ്പോഴേക്കും മക്കൾ പുറത്തിറങ്ങിയിട്ട് ഊഞ്ഞാലാടാനൊക്കെ തുടങ്ങിയിട്ടാണ്. പക്ഷെ നമുക്കത് കാണുമ്പോഴൊരു സന്തോഷമാണല്ലോ. പുരാതനമായ സാധനങ്ങളും അതേപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പിന്നെ വാളുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതൊക്കെ ലയിക്കും. പക്ഷെ കുട്ടികൾക്കതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. കുറച്ചൊക്കെ മോള് പറഞ്ഞു കൊടുത്തു മക്കൾക്ക്. എന്നാലും കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കും ബോറടിയാന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഊഞ്ഞാലാടാനൊക്കെ നിൽക്കാൻ തുടങ്ങി. നല്ലൊരു തന്നെ ട്രിപ്പ് തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് SM ട്രീറ്റിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നല്ല തിരക്കായിരുന്നു. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മൾ സ്ത്രീകൾക്ക് ഡ്രസ്സ് കണ്ടാൽ തീരെ നമ്മളവിടുന്ന് പോരില്ലല്ലോ. കുട്ടികളൊക്കെ കുറേ ഡ്രസ്സും ചെരുപ്പ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മളിതാ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയപ്പോൾ തന്നെ കല്ലുമ്മക്കായ നിറച്ചത്, കൂന്തൽ നിറച്ചത്, അങ്ങനെ പലതരം പലഹാരങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ തൃശ്ശൂരുള്ളവർക്ക് കല്ലുമ്മക്കായ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ലുമ്മക്കായ വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ വൈകിയ കാരണം അത് കിട്ടിയില്ല. നല്ലോണം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങി കഴിച്ചു. പിന്നെ അത് ഐസ്ക്രീം വാങ്ങണം, ഐസ്ക്രീമല്ല, ഫലൂദയും ഐസ്ക്രീമും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. കാരണം ബീച്ചിൽ ഞങ്ങൾ കുറേ നേരം നടന്നപ്പോൾ പിന്നെ ഇരുട്ടായി. ഫോട്ടോ എടുക്കാനൊന്നും ഒരു തെളിച്ചുണ്ടായിരുന്നില്ല. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. കാരണം ഞായറാഴ്ച ആണല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ക്ഷീണിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ 2 പേരുടെയും ബർത്ത്ഡേ യാത്ര നല്ലൊരു അടിപൊളി തന്നെ ആയിരുന്നു. നല്ല ഇഷ്ടമായി മക്കൾക്കൊക്കെ. ഈ വീഡിയോ കോഴിക്കോട്ടുകാർ കാണുമ്പോൾ നമ്മളെ കളിയാക്കൂട്ട. കാരണം അവരുടെ നാടാണല്ലോ, അവർക്കിപ്പോൾ ഇതൊരു പുതിയതല്ലല്ലോ. പക്ഷെ നമുക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത് കാണാനായിട്ട് വരുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ അടുത്ത് ബേബിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരിക എന്നല്ലാതെ നമ്മൾ കറങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഞങ്ങൾ പരിപാടി ഇട്ടാണ് നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങാൻ വരണമെന്ന്. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കാരണം ബീച്ചിലൊക്കെ ഒരുപാട് ടൈം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.